അങ്ങനെ കുറച്ച് ആളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ശരിക്കും ഡൗൺ ആയി പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും. 2-3 ആഴ്ച മുമ്പ് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് നടന്നൊരു സംഭവം ആയതുകൊണ്ട് ആ ഇൻസിഡന്റിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയം എടുത്തു. ജീവിതമാണ്, ഇങ്ങനെ പല പരീക്ഷണവും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആയാലല്ലേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് പുലർച്ചെ 3:30ക്കാണ് അർജന്റീനയുടെ കളി. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നേരത്തെ തുടങ്ങിയിട്ട് രാവിലെ 3 മണിയാകുമ്പോൾ എണീറ്റു. കളി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒന്ന് ചത്ത് ജീവിച്ചു എന്ന് പറയാം. ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യൻ ഇല്ലാണ്ടായി. പൈസ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അറിയാം. എന്നാൽ ഇങ്ങനെയൊക്കെ കളി വന്നാൽ ടെൻഷൻ അടിച്ച് മനുഷ്യൻ ചാവും. ആമസോണിൽ നിന്ന് റിയൽമിയുടെ ഒരു എയർബഡ്സ് മേടിച്ചാൽ 1 മാസമായപ്പോൾ തന്നെ സാധനം അടിച്ചു. 1 വർഷം വാറന്റി ഉള്ള സാധനം ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അത് റിയൽമിയുടെ സർവീസ് ഓഫീസിൽ കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടെന്ന് പറഞ്ഞ് വിളിച്ചു. തൊടുപുഴയുള്ള ഓഫീസിലാട്ടോ കൊടുത്തത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ തൊടുപുഴയ്ക്ക്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പോണ വഴിക്ക് ഒരു കടയിൽ കയറി കുറച്ച് ബജി കഴിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് വീട്ടിലെത്തുന്നതിന് വരെ ഭയങ്കര മഴയായിരുന്നു. നനഞ്ഞു കുളിച്ചാൽ വീട്ടിലെത്തിയപ്പോൾ മഴ കുറച്ച് കുറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നില്ല. ഡ്രസ്സൊക്കെ മാറി നേരെ ജിമ്മിലേക്ക്. ഇനി മഴ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ജിമ്മിൽ പോക്ക് നടക്കൂല. ഒരാഴ്ച ആയുള്ളൂ നമ്മൾ ജിമ്മിൽ റീജോയിൻ ചെയ്തിട്ട്. അതുകൊണ്ട് ഒരുപാട് ഹെവി വർക്കൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഹെവി വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ വർക്കൗട്ടോ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും ഇത്താത്ത ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അത് കഴിച്ചു. പിന്നെ കളിയുള്ളതുകൊണ്ട് രാവിലെ 3 മണിയായപ്പോൾ എണീറ്റതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം. ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ.